ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ചിക്കൻ കട്ട് ചെയ്യുന്നതാണല്ലേ. ഇന്ന് വല്ലാത്ത ഒരു സർപ്രൈസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗസ്റ്റ് പറയാതെ രാത്രി വന്നു കേട്ടോ. ചിക്കന് പോയപ്പോൾ കോഴിക്കട എല്ലാം അടച്ചു. ഇക്കായെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു മുഴുവൻ കോഴി തന്നെ 8ൻ്റെ പണിയോടുകൂടി ഇതേ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എന്തായാലും ക്ലീൻ ചെയ്ത് കറിയാക്കി എന്തായാലും നമുക്കൊന്ന് ഡിന്നർ പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ സാധാ ബ്രോയിലർ ചിക്കൻ പോലെയല്ല കേട്ടോ. നാടൻ കോഴി എന്ന് പറയുമ്പോൾ ഭയങ്കര ബലമാണ്. നമ്മൾ അതൊന്നും നോക്കിയില്ല, എന്തായാലും കിട്ടിയ നാടൻ കോഴി നമുക്ക് അടിപൊളിയായിട്ടൊന്ന് കറി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ഇക്ക ജീവനുള്ള ഒരു മുഴുവൻ കോഴിയാണ് കേട്ടോ കൊണ്ടു തന്നത്. അപ്പോൾ അതിൻ്റെ അറുക്കുന്നതും കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാത്തത്. യൂട്യൂബ് അതൊന്നും സമ്മതിക്കില്ല കേട്ടോ. ആദ്യം കണ്ട കടയിൽ തന്നെ ഇറങ്ങി കിട്ടുന്ന സാധനം വാങ്ങിച്ചു. അവിടെ ഇല്ലാത്ത സാധനം തേടി അടുത്ത കടയിൽ പോയി അവിടെ നിന്ന് സാധനം വാങ്ങിച്ചു. അങ്ങനെ എല്ലാം കിട്ടി. നമ്മൾ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആ സമയം ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിനെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെള്ളം തുറന്നു വിട്ട് ഓരോ പീസായിട്ട് എനിക്കിങ്ങനെ കഴുകിയെടുത്താലാണ് എനിക്കൊരു സംതൃപ്തി, എൻ്റെ മനസ്സിനൊരു തൃപ്തി വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കുറച്ച് പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടിട്ട് ഓരോരോ പീസായിട്ട് ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ചിക്കൻ കഴുകുന്ന ടൈമിന് അവരവിടെ വെജിറ്റബിൾസും സവാളയും ഉള്ളിയും ഒക്കെ തൊലിച്ച് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വളരെ എളുപ്പമായി. അപ്പോൾ അതെല്ലാം കഴുകി കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തെടുക്കാം, ശേഷം ചതച്ചെടുക്കാനുള്ളത് ചതച്ചെടുക്കാം. സവാള ചോപ്പറിലിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. എനിക്കിവിടെ ഒരാളിൻ്റെ സഹായമാണ് എൻ്റെ ചോപ്പർ ചെയ്യുന്നത്. ഇത്ര സമയമാണല്ലേ എടുക്കുന്നത് നമ്മൾ സാധാരണ അരിയുവാണെങ്കിൽ. പക്ഷേ ചോപ്പറിലാണെങ്കിൽ എത്ര സവാള വേണമെങ്കിലും നമുക്ക് അരിഞ്ഞിട്ടിട്ട് പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം. അങ്ങനെ ഞാൻ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് കുക്കർ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടും. ശേഷം അതിലേക്ക് സവാള ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടും കേട്ടോ. സവാള ഒരു 1/4 ഭാഗം വഴണ്ട ശേഷം അതിലേക്ക് ഒരു ടൊമാറ്റോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് മൂടി ഒന്ന് മുകളിൽ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. വിസിലൊന്നും ഇട്ടിട്ടില്ല. ആ തക്കാളിയിൽ നിന്നും വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ആ സമയത്തിന് നമുക്ക് റൊട്ടിക്കുള്ള മാവ് ഇൻഡക്ഷനിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. വെള്ളം വെച്ചിട്ടുണ്ട്, ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ തക്കാളിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഞാൻ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതുപോലെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്ന ടൈമിന് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കുറച്ചൊന്ന് തിളച്ച ശേഷം അതിലേക്ക് അരിമാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് റൊട്ടിക്ക് വേണ്ടി കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് ആക്കിയിട്ട് നമ്മൾ ഫാൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരുന്നത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കനും ആ മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഈ ചിക്കൻ ഒന്ന് വേവട്ടെ. നമുക്ക് കുക്കർ വിസിലൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച്, ഞാനൊരു 8 വിസിലാണ് കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ കുക്കറിൻ്റെ വലിപ്പത്തിനും അതിൻ്റെ കമ്പനിക്കൊക്കെ അനുസരിച്ചായിരിക്കും ഇറച്ചിയുടെ വേവ് വരുന്നത്. അപ്പോൾ ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത് 8 വിസിലാണ്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ അളവും അവരവർക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് വിസിൽ ചെയ്യിപ്പിക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന ടൈമിന് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നമുക്ക് കൈ കൊണ്ട് നല്ല രീതിയിൽ ഒരു തുള്ളി എണ്ണയും കൂടെ ഒഴിച്ച് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് റൊട്ടിക്ക് പാകമായിട്ടുണ്ട്. അതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് അത് ചുട്ടെടുക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസും പ്രസ്സിനകത്ത് വെച്ച് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. ശേഷം അത് നമുക്ക് പാനിലേക്കിട്ട് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറു സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ച് നമുക്ക് എടുക്കുമ്പോൾ റൊട്ടി റെഡി. അപ്പോൾ നെക്സ്റ്റ് റൊട്ടി ഇടുന്ന ടൈമിന് നമ്മുടെ കുക്കറിൽ നിന്നും വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ നിന്നും വിസിലൊക്കെ വരട്ടെ. രണ്ടടുപ്പിലും കണ്ടോ എന്ത് പെട്ടെന്നാണ് റൊട്ടിയും ചിക്കൻ കറിയും ആയിട്ടുള്ളത്. നാടൻ കോഴി ആയതുകൊണ്ടാണ് 8 വിസിലടുപ്പിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും വിസിലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ റൊട്ടിയെല്ലാം ചുട്ടെടുത്ത ശേഷം നമുക്കിനി നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറക്കാം. കാര്യം പാതിരാത്രിയായി, ഇനിയെങ്കിലും വന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. അപ്പോൾ വന്നവരാരും ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ഇരിക്കുന്നുണ്ട്, ഇക്കായി ഇരുന്നിട്ടുണ്ട്. റൊട്ടിയും ചിക്കൻ കറിയും എല്ലാവരും കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇശലിന് പനിയായിരുന്ന ടൈമായിരുന്നു. അപ്പോൾ ഇശലിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ രണ്ടുപേർക്കും റൊട്ടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും ഒന്ന് പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇശലിന് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് അവൾക്ക് വാരി കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, ആൾ ഉഷാറാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇശലിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. അൽഹംദുലില്ലാ ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ കറണ്ട് പോയി കേട്ടോ. അപ്പം കറണ്ട് ഇല്ലെങ്കിൽ കത്തുന്ന ഒരു ബൾബിൻ്റെ പ്രകാശത്തിലാണ് നമ്മളിപ്പോൾ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മുടെ പുതിയൊരു ചാനലാണ്. എന്തായാലും കമൻറ്റും ചെയ്ത് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനിയും അടിപൊളി വീഡിയോസുമായിട്ട് ഉടനെ തന്നെ കാണാം ഇൻഷാ അല്ലാഹ്.